അത് വിവേക വിചാരം കൊണ്ട് നശിക്കണം. നിരന്തരമായിട്ടുള്ള ഓരോ അനുഭവങ്ങളെയും വേണ്ട രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ, അതിനാണ് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃത കൃതേന എന്ന് ഉപനിഷത്ത് പറഞ്ഞത്. അവനവന്റെ ജീവിത അനുഭവങ്ങളെ നിരന്തരം വിമർശനപൂർവകം കണക്ക് കൂട്ടി, ലാഭമോ നഷ്ടമോ എന്ന് കണക്ക് കൂട്ടി, ഓരോ കർമ്മം ചെയ്യുമ്പോഴും കിട്ടുന്ന ഫലത്തെക്കുറിച്ച് വിചാരം ചെയ്യുക. ഇതുകൊണ്ട് ഞാൻ എന്ത് നേടി, ഇതുകൊണ്ട് ഞാൻ എന്ത് നേടി, ഞാൻ ഇതുകൊണ്ട് തൃപ്തനായോ, സന്തുഷ്ടനായോ, ഇനി എനിക്ക് എന്തെങ്കിലും കുറവ് അനുഭവപ്പെടുന്നുണ്ടോ, ഞാൻ ഉദ്ദേശിച്ചത് നേടിയിട്ടും പിന്നെയും ഞാൻ ദരിദ്രനാണോ, പിന്നെയും എൻ്റെ ഉള്ളിൽ അപൂർണതാബോധമുണ്ടോ എന്നിങ്ങനെ നിരന്തരം ചിന്തിക്കണം. അപ്പൊ ഇനി എന്ത് നേടിയാൽ എനിക്ക് അപൂർണത പോകും, എനിക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ ലിസ്റ്റിട്ട് നേടിയാലും ഒരിക്കലും നമ്മൾ പൂർണ്ണതയെ പ്രാപിക്കാൻ പോകുന്നില്ല എന്ന് ബോധ്യം വരും. ആ ബോധ്യം വരുമ്പോഴേ അടങ്ങുള്ളൂ. അതുവരെ ഓടിക്കൊണ്ടേയിരിക്കും, ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഓടാനുള്ള എന്താ പറയുക, ഫ്യൂവൽ ഉള്ളവർക്ക് പ്രവൃത്തി മാർഗം, ആ ഫ്യൂവൽ കത്തിച്ച് കളഞ്ഞവർക്ക്, ഇന്ധനമില്ലാത്തവർക്ക് നിവൃത്തി മാർഗം. അപ്പൊ ആരുടെ ഉള്ളിലൊക്കെ ഇന്ധനമുണ്ടോ അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഉള്ളിൽ ഇന്ധനമുണ്ടെങ്കിൽ ഓടാനുള്ള പ്രേരണ ഉണ്ടായിരിക്കും. ഇന്ധനം കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. ഏതാ ഇവിടുത്തെ ഇന്ധനം? വാസനാ ഇന്ധനം, രാഗദ്വേഷങ്ങളാകുന്ന ഇന്ധനം. അത് തീരണം. അത് തീരുന്നത് വരെ ഓടിയേ പറ്റൂ. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞത്. ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ധർമാത് ഭവതി ആ നിശ്രേയസം. ഇനി തഥാ ഇമമേവ ഗീതാർത്ഥം ധർമ്മം ഉദ്ദിശ്യ ഭഗവതായേവ ഉക്തം സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ ഇതി അനുഗീതാസു. ഭാഷ്യകാരൻ അതിനെ സ്ഥാപിക്കുകയാണ്. അപ്രകാരം തന്നെ തഥാ ഇമമേവ ഗീതാർത്ഥം ധർമ്മമുദ്ദിശ്യ, ഇതാണ് ഗീതാർത്ഥമായ ധർമ്മം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, ഇതാണ് ഗീതയിലെ പ്രതിപാദ്യ വിഷയം, ഗീതയുടെ പരമമായിട്ടുള്ള പ്രയോജനം, ആ പരമനിശ്രേയസമാണ്, സർവകർമ്മ സന്യാസ നിഷ്ഠാപൂർവകമായിട്ടുള്ള ആത്മജ്ഞാന നിഷ്ഠയാണ്. അതിനെ ഉദ്ദേശിച്ച് ഭഗവതാ ഏവ ഉക്തം, ഭഗവാൻ തന്നെ പിന്നെയും പറയുന്നുണ്ട്. എവിടെ? അനുഗീതാസു എന്ന് പറയുന്നുണ്ട്. അനുഗീതാസു എന്ന് പറഞ്ഞാല് അനുഗീതകളിൽ, അനുഗീതകളിൽ എന്ന് പറഞ്ഞാൽ പിന്നൊരു ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഗീതയുടെ പേരാണ് അനുഗീത. അപ്പൊ അതിൽ ഭഗവാൻ എന്ത് പറഞ്ഞു? സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ ഇതി. ആ ധർമ്മം തന്നെ സുപര്യാപ്തമാണ്. ബ്രഹ്മണ പദവേദനേ, ബ്രഹ്മത്തിന്റെ തത്വം അറിയാൻ, ബ്രഹ്മത്തെ അറിയാൻ ഗീതയിൽ പറഞ്ഞ, ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യം തന്നെ ധാരാളം മതി എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. എന്താ സന്ദർഭം? അനുഗീത എന്ന് പറഞ്ഞത്, അനുഗീത എന്ന് പറഞ്ഞത് മഹാഭാരത യുദ്ധം എല്ലാം കഴിഞ്ഞ ശേഷം, യുധിഷ്ഠിരനെ രാജാവാക്കിയ ശേഷം അർജുനനും ഭഗവാനും കൂടെ കുറെ തീർത്ഥാടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ നിന്ന് യുധിഷ്ഠിരനെ കൊണ്ട് അശ്വമേധയാഗങ്ങൾ നടത്തിക്കുന്നുണ്ട്. താൻ ചെയ്ത ഈ യുദ്ധത്തിലൂടെ ചെയ്തതായിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും എല്ലാ ഹിംസയ്ക്കും പരിഹാരമായിട്ട് ഒരു 3 അശ്വമേധയാഗങ്ങൾ ഭഗവാൻ നടത്തിക്കും യുധിഷ്ഠിരനെ കൊണ്ട്. ആ കാര്യം വിവരിക്കുന്ന പർവമാണ് ഭഗവത്ഗീതയിലെ ആശ്വമേധിക പർവം. അപ്പൊ ആ ആശ്വമേധിക പർവത്തിലാണ് ഈ അശ്വമേധയാഗങ്ങൾ കഴിഞ്ഞ്, തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് അർജുനനും കൃഷ്ണനും കൂടി ലോകം മുഴുവൻ കറങ്ങി തിരിച്ചു വന്ന്
ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുമ്പോൾ അർജുനൻ ഭഗവാനോട് ചോദ്യം ചെയ്യുകയാണ്, ഭഗവാനെ, അന്ന് യുദ്ധരംഗത്ത് വെച്ച് അങ്ങ് ഉപദേശിച്ചതായിട്ടുള്ള ഗീത ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? അന്ന് എനിക്ക് ആ ഒരു സംഘർഷത്തിൽ കേട്ടതുകൊണ്ട് എല്ലാം വേണ്ടതുപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളാനോ ഓർമ്മ വയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറഞ്ഞു തരണം എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ ഭഗവാൻ അർജുനനോട് ദേഷ്യപ്പെടുന്ന പോലെ അഭിനയിക്കും. അന്ന് പറഞ്ഞതൊന്നും ഇന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. അന്ന് നീ മര്യാദയ്ക്ക് കേട്ടില്ല, നീ എന്താ പറയാ മൂഢനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അർജുനനെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അവിടെ. ആ ഭാഗം ഒന്ന് വായിക്കാം. ഭഗവാൻ അർജുനനെ നിന്ദിക്കുന്ന, അല്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ വേണ്ട പോലെ ഉൾക്കൊണ്ടില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ ആശ്വമേധിക പർവ്വത്തിലെ 16-ാം അധ്യായം മുതൽ 16-ാം അധ്യായത്തിലെ 9 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളാണത്. ശ്രാവിതസ്ത്വം മയാ ഗുഹ്യം ജ്ഞാപിതശ്ച സനാതനം ധർമ്മം സ്വരൂപിണം പാർത്ഥ സർവലോകാംശ്ച ശാശ്വതാൻ അബുദ്ധ്യാനാഗ്രഹീഹി യസ്ത്വം തന്മേ സുമഹദപ്രിയം ന ച സാദ്യ പുനർഭൂയഃ സ്മൃതിർമേ സംഭവിഷ്യതി. നൂനം അശ്രദ്ധദാനോസി ദുർമേധാഹ്യസി പാണ്ഡവ ന ച ശക്യം പുനർവക്തും അശേഷേണ ധനഞ്ജയ സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പരവേദനേ ന ശക്യം തന്മയാ ഭൂയഃ തഥാ വക്തുമശേഷതഃ പരം ഹി ബ്രഹ്മ കദിദം യോഗയുക്തേന തന്മയാ. അവിടെ അനുഗീതാ ഭാഗത്ത് ഭഗവാൻ പറയണം അർജുനനോട്, ആ രഹസ്യം, സനാതനമായിട്ടുള്ള രഹസ്യം നിന്നെ ഞാൻ കേൾപ്പിച്ചതാണ്. ശ്രാവിതഃ ത്വം മയാ ഗുഹ്യം സനാതനം ജ്ഞാപിതശ്ച ധർമ്മം, ആ ധർമ്മത്തെ ഞാൻ നിനക്ക് അറിയിപ്പിച്ചതാണ്. സ്വരൂപിണം, എന്റെ തന്നെ രൂപമായിരിക്കുന്ന ധർമ്മത്തെ, സർവലോകാംശ്ച ശാശ്വതാൻ, എല്ലാ ലോകങ്ങളെ കുറിച്ചുള്ള അറിവും നിനക്ക് തന്നതാണ്. എന്നാൽ അബുദ്ധ്യാ ന അഗ്രഹീഹീയഃ ത്വം, യാതൊരു നീ ബുദ്ധിയില്ലാത്തത് കൊണ്ട് അതിനെ വേണ്ട രീതിയിൽ ഗ്രഹിച്ചില്ല. തന്മേ സുമഹത് അപ്രിയം, അതെനിക്ക് വലിയ അപ്രിയമാണ്. നീ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, നീ അന്ന് വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല എന്നുള്ളത് എനിക്ക് അപ്രിയമാണ്. സുമഹത് അപ്രിയം ന ച സാ അദ്യ പുനർഭൂയഃ സ്മൃതിർമേ സംഭവിഷ്യതി. സാ സ്മൃതി അദ്യ ഭൂയഃ നമേ സംഭവിഷ്യതി. ആ സ്മൃതി എനിക്കിപ്പോ വീണ്ടും വരുന്നില്ല, അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നർത്ഥം. അന്ന് പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. നൂനം അശ്രദ്ധദാനോസി ദുർമേധാഹ്യസി പാണ്ഡവ, നീ ദുർമേധയാണ്, ദുഷിച്ച ബുദ്ധിയാണ്, നീ അശ്രദ്ധദാനനാണ്, നീ ശ്രദ്ധയെ ധരിച്ചില്ല അന്ന് പാണ്ഡവ. നച ശക്യം പുനർവക്തും അശേഷേണ ധനഞ്ജയ, അതൊക്കെ മുഴുവൻ പറയാൻ ഇപ്പൊ എന്നെ കൊണ്ടാവില്ല. അശേഷേണ വക്തും നച ശക്യം സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ. അന്ന് ഞാൻ പറഞ്ഞ അതേ ഗീത തന്നെ മതിയായിരുന്നു നിനക്ക് ബ്രഹ്മപദം അറിയാൻ. ആ ബ്രഹ്മപദവിയെ പ്രാപിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു. ആ ഒരൊറ്റ ഗീത മതിയായിരുന്നു. ന ശക്യം തന്മയാ ഭൂയഃ തഥാ വക്തുമശേഷതഃ, അതിനെ വീണ്ടും അതുപോലെ തന്നെ പറയാൻ എനിക്കിപ്പോ പറ്റില്ല. പരം ഹി ബ്രഹ്മകഥിതം യോഗയുക്തേന തന്മയാ, ആ പരംബ്രഹ്മ യോഗയുക്തനായ എന്നാൽ അന്ന് വേണ്ടതുപോലെ പറയപ്പെട്ടു. അന്ന് നീ വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല, അത് മതിയായിരുന്നു നിനക്ക് ജീവിതം മുഴുവനുള്ള ധനമായിട്ട് നിന്നെ പരമപദത്തിൽ എത്തിക്കാൻ. അപ്പൊ ബ്രഹ്മവിദ്യ അന്ന് ഞാൻ ഉപദേശിച്ചതാണ്, അതുകൊണ്ട് നിനക്ക് ബ്രഹ്മപദം പ്രാപിക്കാമായിരുന്നു. പക്ഷെ നീ അന്ന് അശ്രദ്ധദാനനായിരുന്നു, ദുർമേധാവായിരുന്നു, അതുകൊണ്ട് നീ വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഗീത. ആ ഗീതയുടെ പേരാണ് അനുഗീത. അനുഗീത എന്ന് പറഞ്ഞാൽ ഗീതയുടെ തുടർച്ചയായ ഗീത എന്നർത്ഥം.
ആദ്യം പറഞ്ഞ ഗീതയുടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഗീതയുടെ തുടർച്ച ഗീത. അപ്പോൾ ഈ ഗീതയെക്കാളും വലിയ ഗീതയാണ് അവിടെ പറഞ്ഞത്. അശ്വമേധിക പർവ്വത്തിൽ പറഞ്ഞ ഗീത, ഭഗവാൻ ഉപദേശിച്ച അനുഗീത, അത് 21ഓളം അധ്യായങ്ങളോ മറ്റുണ്ട്. വലിയ ഗീതയാണ്. 1000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. ഇതിനേക്കാൾ ഇതിൽ 700 ശ്ലോകങ്ങളേ ഉള്ളൂവെങ്കിൽ അവിടെ അനുഗീതയിൽ 1000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അവിടെ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം ഭഗവാൻ എന്നാണെങ്കിൽ, ഇതൊക്കെ ഒരു വ്യാസന്റെ സങ്കേത പ്രയോഗങ്ങളാണ് ഭഗവാൻ അർജുനനെ കുറ്റപ്പെടുത്തുന്നത് പോലെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അന്ന് അർജുനൻ എന്തിനധികാരിയായിരുന്നു? പ്രവൃത്തി ധർമ്മത്തിന് അധികാരിയായിരുന്നു. ഇന്നിപ്പോ ഇത്രയും കഴിഞ്ഞു. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, അശ്വമേധയാഗങ്ങൾ കഴിഞ്ഞു, തീർത്ഥയാത്രകൾ കഴിഞ്ഞു. അർജുനൻ മനസ്സുകൊണ്ട് ഇപ്പൊ കുറെ പക്വത ആർജിച്ചു കഴിഞ്ഞു. അന്നത്തെ അർജുനനല്ല, യുദ്ധരംഗത്ത് നിന്നിരുന്ന അർജുനനല്ല ഇപ്പോ ഈ തീർത്ഥാടനമടക്കം കഴിഞ്ഞു വന്നിരിക്കുന്ന അർജുനൻ ഇപ്പോ എല്ലാറ്റിലും ഒരു പക്വത വന്നു, മനസ്സിരുത്തം വന്നു, അന്ധകരണ ശുദ്ധി വന്നു. അദ്ദേഹത്തിന് എന്താ പറയുക, ലോകത്തിന്റെ പരിമിതി മനസ്സിലാക്കി. ഇപ്പൊ ഈ യുദ്ധം ചെയ്ത് ഈ ലോകങ്ങളൊക്കെ നേടി, അല്ലെങ്കിൽ അധികാരമൊക്കെ നേടി, ഏട്ടനിപ്പോ രാജാവായിരിക്കുന്നുണ്ട്. അതുകൊണ്ടും ഇപ്പൊ പഴയ തന്നിൽ നിന്ന് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെ? ഭൗതികമായിട്ടുള്ള ചെറിയ സാഹചര്യങ്ങളൊക്കെ മാറിയെങ്കിലും ആന്തരികമായിട്ടുള്ള തൻ്റെ എന്താ പറയുക സ്വസ്ഥത, ശാന്തി, സ്വാതന്ത്ര്യം, അതൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോ എന്ത് നേടിയാലാണ് ആ ശാന്തി തനിക്ക് നേടാൻ കഴിയുക എന്നുള്ള ഒരു ശരിയായ ബ്രഹ്മജിജ്ഞാസ ഇപ്പോഴാണ് അർജുനനിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അർജുനൻ എനിക്ക് ഒരിക്കൽ കൂടെ അത് പറഞ്ഞു തരണം എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള ബ്രഹ്മജിജ്ഞാസയോട് കൂടിയിട്ടാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അന്ന് പറഞ്ഞതല്ല ഇന്ന് ഇവിടെ പറയേണ്ടത്. ഇന്ന് ഇനി ഞാൻ പറയുന്നതിന്റെ ടോൺ ഒന്ന് മാറ്റും. അന്ന് പറഞ്ഞത് അതുപോലെ പറയേണ്ട ആവശ്യമില്ല. അത് ആ സാഹചര്യത്തിൽ നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ സാഹചര്യം മാറി, നിന്റെ ഉള്ളിലുള്ള വ്യക്തിത്വം മാറി. ഇപ്പൊ നിനക്ക് വേണ്ട മരുന്ന് വേറെയാണ്. വൈദ്യന്മാര് രോഗത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് മരുന്ന് മാറ്റില്ലേ, അല്ലേ? രോഗം തീവ്രമായാൽ മരുന്ന് കൂട്ടും, രോഗം കുറഞ്ഞാൽ മരുന്ന് കുറയ്ക്കും, ഇല്ലേ? അപ്പൊ അതുപോലെയാണ് ഇവിടെ അർജുനന്റെ കുറെ രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അർജുനന് വേണ്ട ഡോസ് വേറെയാണ്. ഇപ്പൊ അർജുനന് നിവൃത്തി ധർമ്മമാണ് ഉപദേശിക്കേണ്ടത്. അന്ന് പ്രവൃത്തി ധർമ്മമാണ് അർജുനന് ഉപദേശിച്ചത്. എന്ന് പറഞ്ഞാൽ അർജുനൻ അന്ന് അധികാരി അതിനായിരുന്നു. അപ്പൊ അതില് അർജുനന് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത്, സ്വധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത്, കർമ്മണ്യേവ അധികാരഹത്തെ എന്നൊക്കെ പറഞ്ഞ്, സ്വധർമ്മം അഭിചാപേക്ഷ ന വികമ്പിതും അർഹസി എന്നൊക്കെ പറഞ്ഞ് സ്വധർമ്മത്തിന് പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അർജുനനെ ഉപദേശിച്ചു. അന്ന് അർജുനന്റെ പക്വത അത്രേ ആയിട്ടുള്ളൂ. അന്ന് കർമ്മയോഗി, പ്രവൃത്തി ധർമ്മം അനുഷ്ഠിക്കാനാണ് അർജുനൻ അധികാരി. നൗ അർജുന മെച്ചോർഡ്. ആ കർമ്മയോഗം അനുഷ്ഠിച്ച് അതിലൂടെ നേടേണ്ടതായിട്ടുള്ള പാകത, ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി അതേ ഉപദേശം വേണ്ട. അന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയല്ല വേണ്ടത്. മെട്രിക്കുലേഷനിൽ പഠിച്ചത് തന്നെ പിന്നെയും ഡിഗ്രിക്കും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അല്ലെങ്കിൽ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ പഴയതല്ല, പുതിയ സിലബസാണ്. അതുപോലെ ഇവിടെ സിലബസ് ഒന്ന് മാറ്റുന്നുണ്ട് ഭഗവാൻ. അതാണ് അനുഗീത. അപ്പോൾ ഈ അനുഗീതയിലെ മുഖ്യമായിട്ടും നിവൃത്തി ധർമ്മമാണ്. അപ്പോ നിവൃത്തിധർമ്മം പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ആ ഗീതയിലും ഞാൻ ഈ നിവൃത്തിധർമ്മം പറഞ്ഞതാണ്. അന്ന് നീ ദുർമേധ ആയിരുന്നു, ശരിയായിരുന്നു. ദുർമേധ ആയിരുന്നത് കൊണ്ട് തന്നെ അന്ന് നിവൃത്തിധർമ്മത്തെ സ്വീകരിക്കാൻ പക്വതയില്ലാതിരുന്നത് കൊണ്ട് അത് സ്വീകരിച്ചില്ല. ഭഗവാൻ വേണമെങ്കിൽ യഥേച്ഛസി തഥാ കുരു എന്ന് ഓപ്ഷൻ കൊടുത്തിരുന്നു ഗീത മുഴുവൻ പറഞ്ഞിട്ട്, അല്ലേ? ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞിട്ട് ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു,
ഇനി നിനക്ക് ഇച്ഛ പോലെ ചെയ്യാം, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന്. അപ്പൊ അന്ന് വേണ്ട രീതിയിൽ അർജുനൻ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നിവൃത്തിക്ക് യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സന്തോഷമായിട്ട് നിവൃത്തനായി പോയിട്ടുണ്ടാവും, തിരിഞ്ഞു നോക്കാതെ ഹിമാലയത്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോ അദ്ദേഹത്തിന് ആ നിവൃത്തിക്കുള്ളതായിട്ടുള്ള പാകത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പ്രവൃത്തിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ യുദ്ധം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അദ്ദേഹം ശരിക്കും നിവൃത്തിക്ക് അധികാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എത്ര നിർബന്ധിച്ചാലും ചെയ്യില്ലായിരുന്നു. പക്ഷെ അർജുനൻ അത് ചെയ്തത് എന്തുകൊണ്ട്? അർജുനന് അപ്പോ രജോഗുണം നല്ലോണം ഉണ്ടായിരുന്നു, ചിത്തശുദ്ധി വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ യുദ്ധം ചെയ്ത് തൻ്റെ ഉള്ളിലുള്ള വാസനകളെ ക്ഷയിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നിവൃത്തിയിലേക്കുള്ള അധികാരി ആവുള്ളൂ. അതുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്തു. ഇപ്പോ ഈ പാകത വന്ന അർജുനനോട് ഇനി അതേ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ അർജുനൻ ചിലപ്പോൾ ചെയ്തില്ല എന്ന് വരും. ഇപ്പൊ ഈ അനുഗീത പറയുന്ന അർജുനനോട് പഴയ യുദ്ധം ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും. രണ്ടും രണ്ട് തലമാണ്. അർജുനന്റെ മെച്യൂരിറ്റി വ്യത്യാസമുണ്ട്, തിരിച്ചറിയുക. നമ്മൾ പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മളോട് ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുവോ, നമ്മൾ ചെയ്യുവോ? അന്നെന്തോ ഞാൻ വിവരക്കേടുകൊണ്ട് അതൊക്കെ ചെയ്തു, ഇനി ഞാൻ ആ പണിക്കില്ല എന്ന് നമ്മൾ പറയില്ലേ? അന്നത്തെ എന്റെ വിവരക്കേടായിരുന്നു എന്ന്. ഇപ്പോ അർജുനനോട് ചോദിച്ചാൽ അർജുനനും അത് തന്നെയാ പറയുക. അന്നത്തെ എന്റെ വിവരക്കേടുകൊണ്ട് ഞാൻ അങ്ങയുടെ ഗീതാ വ്യാഖ്യാനത്തെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഞാൻ യുദ്ധം ചെയ്തു. ഇപ്പോ എനിക്ക് അതിന് താല്പര്യമില്ല, ഇനി ഒരു യുദ്ധത്തിനും ഞാനില്ല എന്ന് അർജുനൻ പറയും. ഇനി ഒരു യുദ്ധത്തിന് എന്നെ വിളിക്കണ്ട എന്ന്, ഞാൻ ആരെയും വിളിക്കില്ല, എന്നെ ആരും വിളിക്കണ്ട എന്ന് അർജുനൻ പറയും. കാരണം അർജുനൻ കണ്ടു. എന്ത് കണ്ടു? ആ സ്ത്രീകളുടെ കരച്ചിൽ. ഈ യുദ്ധം കഴിഞ്ഞിട്ടാണ് സ്ത്രീ പർവം എന്ന പർവ്വത്തില് എത്രയോ സ്ത്രീകൾ കരയുന്ന കരച്ചിൽ നേരിട്ട് കണ്ടതാ. അത് കണ്ടിട്ട് ഇനിയും ഒരു യുദ്ധത്തിന് അർജുനൻ മെനക്കെടുവോ? അതിൻ്റെയൊക്കെ പരിമിതിയും മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ആളുകളെ കൊന്നിട്ട് നേടിയിട്ട് എന്താണ് ഇപ്പൊ നേടിയത്? പക്ഷെ അദ്ദേഹത്തിന് ഒരു തൃപ്തിയുണ്ട്. എന്ത്? ധർമ്മ സംസ്ഥാപനം. അതിന് ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായി. താൻ ക്ഷത്രിയനായിരുന്നു, തൻ്റെ കഴിവുകളെ താൻ ദുഷ്ടന്മാരായ ദുര്യോധനാദികളെ നശിപ്പിച്ച് തൻ്റെ ജ്യേഷ്ഠൻ ഉത്തമനായിട്ടൊരു ക്ഷത്രിയ ഗുണമെല്ലാം തികഞ്ഞ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ ഭരണത്തിലേക്ക് സ്ഥാപിക്കുവാനായിക്കൊണ്ട് തൻ്റെ കഴിവുകളെ താൻ ഉപയോഗിച്ചു. എല്ലാം ഈശ്വരന്റെ നിയോഗം. അതിൽ പുണ്യപാപങ്ങളൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ ഒരു ക്ഷത്രിയ വീരൻ, എൻ്റെ ഡ്യൂട്ടി ചെയ്തു. അല്ലെ? നമ്മുടെ പട്ടാളക്കാര് പാകിസ്ഥാനികളെ വെടിവെച്ചു കൊന്നാൽ അവര് നരകത്തിൽ പോകുമോ? ഒരിക്കലുമില്ല. അതിന്റെ പേരിൽ അവർക്ക് നരകത്തിൽ പോകേണ്ടി വരില്ല. അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എത്ര തീവ്രവാദികളെ വെടിവെച്ചു കൊന്നാലും അവർ നരകത്തിലേക്ക് പോകില്ല. അവരാ ബോധത്തോടു കൂടിയാ ചെയ്യണതെങ്കിൽ. കാരണം അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ശത്രുതയില്ല. പാകിസ്ഥാനികാരൻ ഇവിടെ കേരളത്തിൽ നിന്ന് പോയ പട്ടാളക്കാരന് ശത്രുവൊന്നുമല്ല, നേരിട്ട് രാജ്യത്തിന്റെ ശത്രുവാണ്. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി താൻ ഭടനായി രാജ്യത്തിന്റെ ചെലവിൽ തന്റെ ജീവിതം നയിക്കുന്നവനാണ്. അപ്പൊ തന്റെ ഉത്തരവാദിത്വമാണ് മറ്റൊരു ശത്രു രാജ്യം ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുമ്പോൾ, അവിടുത്തെ തീവ്രവാദികൾ നിരന്തരം ഇവിടേക്ക് ആക്രമിച്ചു വരുമ്പോൾ അവരെ എത്ര പേർ വന്നാലും വെടിവെച്ചു കൊല്ലുക എന്നുള്ളത്. ആ വെടിവെച്ചു കൊന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും നരകത്തിൽ പോകാൻ പോകുന്നില്ല എന്ന് അവന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് അവൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും അവന് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അയ്യോ ഞാൻ നരകത്ത് പോവോ എന്ന് പറഞ്ഞ് അവൻ തോക്കും പിടിച്ച് നിന്നാൽ അവൻ നരകത്ത് തന്നെ പോകും. അവനിട്ട് വെടിവെക്കൂല്ല. അവനെ പാകിസ്ഥാനികൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. എന്നിട്ട് നരകത്തിലേക്ക് പോകും.